ഗുഡ് മോർണിംഗ് ആൻഡ് ബെസ്റ്റ് വിഷസ് ടു എവരി വൺ. ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ചുറ്റുമൊന്ന് നിരീക്ഷിക്കുക. നമ്മെ ഉണർത്തുന്ന അലാറങ്ങളും ചൂടും തണുപ്പുമേകുന്ന കാലാവസ്ഥ പരിശോധിക്കുവാനുള്ള ആപ്പുകളും നമ്മുടെ ഗതാഗതം സുരക്ഷിതമായി നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളും എല്ലാം അദൃശ്യമായ ഒരു ത്രെഡായി നമ്മെ പരിപോഷിപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിലെ വിവര സാങ്കേതിക വിദ്യയുടെ ഡിജിറ്റൽ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം. യൂട്യൂബ് ചാനൽ ഈസ് ആൻ എക്സൈറ്റിംഗ് ജേർണി, എസ്പെഷ്യലി ഇൻ ദ ടെക് സ്പേസ്. I am rooting for your success in the tech world. Who is the inventor of computer? Charles Babbage is the inventor and father of computer from British. And another important person was Alan Turing, who developed ideas that became the foundation of modern computing. Dear learners, വ്ലോഗ് ഓഫ് ഇന്നൊവേഷൻ അറ്റ് ഗ്ലോബൽ എന്ന എൻ്റെ ചാനലിൽ ഇൻഫർമേഷൻ ടെക്നോളജിയും കമ്പ്യൂട്ടിങ്ങിൻ്റെ ഘട്ടം ഘട്ടവുമായുള്ള പരിണാമത്തെക്കുറിച്ചുമാണല്ലോ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഏർലി ജനറേഷൻ കമ്പ്യൂട്ടറുകളായ വളരെ പ്രാധാന്യമുള്ള ENIAC സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ENIAC വാസ് ദി ഫസ്റ്റ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഇവയുടെ പ്രവർത്തനത്തിന് 20,000 വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചിരുന്നു. ആൻഡ് യൂണിവാക്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. UNIVAC was the first commercially available electronic computer in the United States. It revolutionized technology by shifting computers away from strictly military and scientific research to practical business and administrative. Dear learners, കമ്പ്യൂട്ടറിൻ്റെ പരിണാമത്തിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുവാൻ യൂണിവാക് കമ്പ്യൂട്ടർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. What is a simple modern definition of a computer? A modern computer is a smart electronic machine that can calculate, learn, communicate, store data and perform tasks automatically using software and internet technologies. സാങ്കേതിക വിദ്യ വൈദ്യുതി പോലെ അത്യാവശ്യമായ ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ IT ചാനലിൽ IT ഇൻ എവരിഡേ ലൈഫ് ആദ്യമായി ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുവാൻ സാധിച്ചത് വാക്വം ട്യൂബ് സാങ്കേതിക വിദ്യയിലൂടെയാണ്. മെക്കാനിക്കൽ ഡിവൈസുകളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുവാനും സാധിച്ചിരുന്നു. ഈ കമ്പ്യൂട്ടർ മെഷീൻ ലാംഗ്വേജ് മാത്രമായിരുന്നു. സാങ്കേതികവിദ്യ വെറുതെ ഉപയോഗിക്കുന്നൊരു വ്യക്തിയും അതെങ്ങനെ പ്രവർത്തിക്കുന്നതിന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളും തമ്മിലുള്ള ഗ്യാപ്പ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാകുമ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാങ്കേതിക വിദ്യയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക, അത് പ്രവർത്തനത്തിൽ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ സെഷൻ ഇതോടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ ലിസണിങ് മൈ ക്ലാസ് ആൻഡ് ഹാപ്പി വ്ലോഗിങ്.